ജലാശയങ്ങളിലെ അപകട മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാതൃകയാവുകയാണ് കാസർഗോഡ് കുറ്റിക്കോൽ വളവിലെ നീന്തൽ പരിശീലനം. കുറ്റിക്കോൽ അഗ്നിരക്ഷാ നിലയത്തിന്റെ മേൽനോട്ടത്തിൽ ONV വായനശാലയുടെയും സഫ്ദർ ഹാഷ്മി കലാകായിക കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് സൗജന്യ പരിശീലനം സംഘടിപ്പിച്ചത്. കുറ്റിക്കോലിലെ കുട്ടികൾക്ക് ഇനി ധൈര്യമായി വെള്ളത്തിലിറങ്ങാം. ഒരു മാസത്തെ ചിട്ടയായ പരിശീലനത്തിനൊടുവിൽ ആത്മരക്ഷയ്ക്ക് പുറമെ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാനും കുട്ടികൾ തയ്യാറായി. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം വേറെ എവിടെയും കിട്ടാത്ത നീന്തൽ പരിശീലനം നമുക്ക് ഇവിടെ കിട്ടി. ഇവിടെ സഹകരിച്ച നമ്മളെ മാഷിനും നാട്ടുകാർക്കും ക്ലബ്ബ് ആൾക്കാർക്കും വായനശാലയിലെ ആൾക്കാർക്കും എല്ലാവർക്കും ഞാൻ വളരെ നന്ദി അറിയിക്കുന്നു. നമ്മളെ മാഷ് നല്ല വൃത്തിക്ക് ക്ലാസ് എടുത്തു, നല്ല മനസ്സിലാവുകയും ചെയ്തതിന് നല്ല ഈസി ആയിട്ട് നീന്തൽ പഠിക്കാനും വെച്ച്. നീന്തൽ പഠിക്കാൻ പ്രായഭേദമന്യേ സ്ത്രീകളും എത്തിയിരുന്നു. കുട്ടികളെ മാത്രമല്ല, എല്ലാ പ്രായ വ്യത്യാസം തന്നെ എല്ലാവരും മാഷ് നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അടിയിലേ പോകേണ്ട പല രീതികൾ പഠിപ്പിച്ചിട്ടുണ്ട് നീന്താൻ. നമ്മളാ പണ്ടത്തെ ശൈലിയല്ല, ഇത് പല ശൈലിയിലാണ് മാഷ് പഠിപ്പിക്കുന്നത്. ടി ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ശാസ്ത്രീയമായ നീന്തൽ പരിശീലനം. ഇപ്പോൾ നമുക്ക് ഏകദേശം ഇതിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ബ്രീത്ത് കൺട്രോൾ തന്നെയാണ്. ബ്രീത്തിൻ്റെയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതൊരു യോഗയുടെ ഭാഗം കൂടിയായി വരും. അതിനുശേഷം വെള്ളത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ കാലടിച്ച് പരിശീലിപ്പിച്ചിട്ടാണ് വെള്ളത്തിലിറക്കുന്നത്. അങ്ങനെയാണ് ജാക്കറ്റ് ഇല്ലാതെ രീതിയിൽ പരിശീലിപ്പിക്കുന്നത്. മുമ്പേ ജാക്കറ്റിലിട്ട് പരിശീലിക്കുന്ന സമയത്ത് ശരാശരി ഒരു കുട്ടികൾ 3-4 ദിവസം കൊണ്ട് നീന്തി തുടങ്ങും. പക്ഷേ ഇത് ഒരു 10 ദിവസത്തോളം എടുക്കും കുട്ടികൾ ഒരുവിധം നന്നായി നീന്താൻ. നാട്ടുകാരുടെ സഹായത്തോടെയാണ് 1 മാസത്തോളം നീണ്ടുനിന്ന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ന്യൂസ് മലയാളം, കാസർഗോഡ്.